ഹലോ കൊക്കോസ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വീണ്ടും വന്നേക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. എന്താണ് വാട്ട്സ് ഇൻ മൈ ബാഗ്? അതെ, നമ്മളിന്ന് വാട്ട്സ് ഇൻ മൈ ബാഗ്, നമ്മുടെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രിപ്പയർഡ് അല്ല, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബാഗല്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബാഗല്ല, ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. ഞാൻ വന്ന സമയത്തൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ബാഗ് ഒന്നും കൊണ്ടുപോകാറില്ല. അതെ, ജാക്കറ്റിൻ്റെ കൂടെ നമുക്ക് ഈ ബാഗൊക്കെ ഇട്ട് ഭയങ്കര പോക്കറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവും. അതെ, പക്ഷെ കുറേ ചപ്പ് ചവർ സാധനങ്ങളെല്ലാം ബാഗിൻ്റെ അകത്തുണ്ട്. നമുക്ക് നോക്കാം. ഭയങ്കര കുറേ ചവറുകളുണ്ട്, കവർ ഉൾപ്പെടെ ഉണ്ട്. അതെ, ട്രോളാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ആരുടെ ബാഗ് പോവാം? ആദ്യം അശ്വതിൻ്റെ ഇതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോ. ഓക്കെ, ഇതാണ് എൻ്റെ ബാഗ്. ഇതിലെന്താ? ഒരു വാച്ച് ഉണ്ട്, എപ്പോഴും ഇട്ടുകൊണ്ട് കിടക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇവിടെ വന്നതിന് ശേഷം. ഒരു ലിപ് ബാം, അതും എപ്പോഴും ഇട്ടുകൊണ്ട് കിടക്കും. ഇത് ഇടയ്ക്ക് ഇട്ടായിരുന്നു, ഇപ്പം എല്ലാം പോയി. പിന്നെ ഫോൺ, സ്വന്തം ഫോണല്ല കേട്ടോ, സ്വന്തം ഫോൺ വെച്ച് വീഡിയോ എടുക്കുകയാണ്. അപ്പം ഇവിടെ ഇരുന്ന ചീത്തയായ ഫോൺ എടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ചതാണ്. കാണിക്കാര് ഫോൺ ഉണ്ടേ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ ചാവി, ഈ കീ പോയാൽ പിന്നെ വീട്ടിൽ കേറ്റത്തില്ല. ഈ ചാവി എത്ര വട്ടം കാണാതായെന്നറിയോ? അതുകൊണ്ടാണ് കയ്യിൽ തന്നെ കണ്ട് നടക്കുന്നത്. പിന്നെ ഒരു കൊടാലി തൈലം, എനിക്കിതില്ലാതെ പറ്റൂല. അല്ലേ? അഡിക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടില്ല. വിക്സോ കോടാലി തൈലോ. ഇപ്പൊ എന്റെ ഈ ബാഗിനകത്ത് വിക്സ് ഇല്ലായിരുന്നു, സാധാരണ വിക്സ് ആണ്. ജാക്കറ്റിനകത്തൊക്കെ വിക്സ് കാണും. അടുത്താണ് കിട്ടില്ല, കോമഡി. എല്ലാം എടുക്കട്ടെ, എല്ലാം എടുക്കണം അല്ലേ? കൊറേ ചില്ലറ, കൊറേ ഉണ്ട്. ചില്ലറക്കാരിയാ. അതെ അതെ, ഇവിടെ വന്നതിന് ശേഷം ചില്ലറ വാരി തുടങ്ങി. മറ്റേ വല്ലതും പറഞ്ഞേ, ആ ചില്ലറ നീ ഇതിനകത്ത് ഇല്ല, കഴിഞ്ഞു. ഒരു റോയേ ഉള്ളു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അതെ, കഴിഞ്ഞു. തെളിവുണ്ട്, നമുക്ക് ഇത്രയേ ഉള്ളൂ. അതിലെനിക്കും തോന്നിയുള്ളത്. അതെ, എൻ്റെ നല്ല വീർത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ബാഗ്. നമുക്ക് ഇങ്ങനെ ഇടാം, മറ്റേ ഒരു സൈഡായിട്ട് ഇടാം, അല്ലാതെ തൂക്കി ഇടാം. എൻ്റെ നല്ല വീർത്തിരിക്കണുണ്ടാവും, കുറേ ഉണ്ട് സാധനം, ഹില്ലിങ് എന്നൊക്കെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏകദേശം അറിയാം എന്തൊക്കെയായിരിക്കും ഉള്ളത്. ഞാൻ ആദ്യം ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ സാധനം ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല, കുറേ നാളായി യൂസ് ചെയ്തിട്ട്. ആദ്യം കാണിക്കാൻ പോണത്, ഞാൻ വന്നപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് ഇതിൻ്റെ അകത്ത് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കളഞ്ഞിട്ടില്ല. യെസ്, ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാ. എൻ്റെ പെട്ടിക്കകത്തിരിപ്പുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്, അതും ഞാൻ കളഞ്ഞിട്ടില്ല. 2 എണ്ണം, നമ്മൾ 2 ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നതേ. അതെ, ആ 2 ടിക്കറ്റ് ഉണ്ട്. പിന്നെ ക്ലിപ്പ്, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് വച്ചിരുന്നതാണ്, പക്ഷേ ഞാൻ മറന്നു പോകും. ഇതിൻ്റെ കണ്ടിട്ട് പോലും അതാ, ഞാൻ ഇത് ഇപ്പോഴാ കാണുന്നത്. ഞാനിത് യൂസ് ചെയ്യണം, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന കാര്യം ഞാൻ മറന്നു പോകും. അതെ, അതാണ് വലിയ സംഭവം. ഇത് ക്ലിപ്പ്, ഇതെന്തുവാ? ഇത് കൊറേ പേപ്പറൊക്കെ ഉണ്ടല്ലോ. ഇത് പോസ്റ്റ്ഡാമ സ്ട്രാസെ ഷോണേബർഗ്, ആരോ എന്തോ അഡ്രസ്സ് തന്നതാ. അതും ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്, എടുത്ത് കളഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചവറുകൾ എന്ത് കൊടുത്താലും സൂക്ഷിച്ചു വെക്കാറുണ്ട് കുട്ടി. അതെ, എവിടെയോ പോവാൻ വേണ്ടിയിട്ട്, എന്തോ ഒരു ഓഫീസിന്റെ കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ്. സ്റ്റിൽ എൻ്റെ ബാഗിൻ്റെ അകത്തുണ്ട്. അതാണ് ഞാൻ എല്ലാം ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. അതെ, ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ അല്ലേ? അതെ, ടവൽ, നമ്മളിതിനെ റിഫ്രഷിങ് ടവൽ എന്ന് പറയും. ഇതേ കണ്ടോ, ഞാൻ യൂസ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഞാൻ കണ്ടോ, ഒന്ന് വീണ്ടും ഉണ്ട്. 2 ഫ്ലൈറ്റിൽ കയറുന്നു. ശരിയാണ്, ഫ്ലൈറ്റിൽ കയറി ഉറങ്ങുന്നത് നമുക്കിതിരെ. നമ്മുടെ നൈറ്റ് അല്ലായിരുന്നു, 3:15 എന്തോ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഖത്തർ എയർവേസ്. അപ്പം നമുക്ക് പിന്നെ ഉറക്കത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ എടുത്ത് തുടയ്ക്കാൻ എപ്പോഴാണ് സമയം? അതെ, ഞാൻ തുടച്ചെന്ന് തോന്നുന്നു. ഞാൻ തുടച്ചിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെ, ഞാൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു. കയറിയ പോലെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. 2ാമത്തെ ഫ്ലൈറ്റിൻ്റെയാണ്. ഞാൻ ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കേസ്,
ഇത് അടിച്ചു മാറ്റിയ കേസാണ്, എൻ്റെ കേസല്ല. അടിച്ചു മാറ്റിയത് ആരുടെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ഒരു ചെറിയ റോ മാത്രമേ ഞാൻ തോന്നിട്ടുള്ളൂ. ഇനി അത് പിന്നെ കുറെ ഉണ്ട്, പറയാൻ പറ്റില്ല. ഇതെന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് ആ ഫോട്ടോ കാണിക്കില്ല അല്ലേ? ആ ഫോട്ടോ ഉണ്ട്. നല്ല ഫോട്ടോ തന്നെയാണ്. ഇവിടത്തേക്കല്ല ഞാൻ നമ്മള് പറ്റുന്നുണ്ട്, അത്രയൊക്കെ കണ്ടാ മതി. അത് കാണിക്കണം. നീ കണ്ടു മതി. കേട്ടോ, ഇത് നാട്ടിലെ ആവശ്യത്തിന് വേണ്ടി പാസ്പോർട്ട് സൈസ് എടുത്തേ. പക്ഷെ ഇവിടെ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല എടുക്കുന്നവര്. ഇവിടുത്തെ ബയോമെട്രിക്കാ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു സേഫ്റ്റിക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ഞാനും കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ കൊണ്ടുവന്നത് ഇല്ല, ഇത് ഞാൻ കൊണ്ടുവന്നത് പൈസ ഇട്ട് വെക്കാനാണ്. അതെ, അതെനിക്കായിരിക്കും ഉപയോഗം വരുന്നത്. അതെ, എനിക്കിതൊരു ഗിഫ്റ്റ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് തന്നതാണ് ഈ പൗച്ച്. അപ്പം ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ പൈസയൊക്കെ ഇതിൻ്റെ അകത്തിട്ട് വയ്ക്കാന്ന് വിചാരിച്ച്. ഇത് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇട്ട് വയ്ക്കാനായിട്ട്. എല്ലാം നമ്മൾ ഈ ഫോൺ വഴിയാ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്, കാർഡ് വഴിയൊക്കെയാണ്. നിങ്ങൾ വിചാരിക്കും ഈ ചില്ലറ എനിക്ക് എങ്ങനെ കിട്ടി അല്ലേ? ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ചില്ലറയോ? അല്ല, ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുമ്പോ ചില്ലറ കിട്ടി വേറെ വിചാരിക്കരുത്. ഇവളിങ്ങനെ പൈസ ആദ്യം ഇവള് കുറെ പൈസ കൊണ്ടുവന്ന് പൈസ വെച്ചിട്ട് ആ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കാർഡ് വെച്ചിട്ട് ആ സാധനം വാങ്ങിക്കുന്നത്. അപ്പൊ ചില്ലറയൊന്നും കിട്ടാനില്ലല്ലോ. പിന്നെ ഇത് മറ്റേ കാർഡ്, നമ്മുടെ ബാങ്കിലെ ഇവിടുത്തെ ബാങ്കിന്റെ കാർഡ്. പിന്നെ മറ്റേ പിന്നൊക്കെ ഉണ്ട്. എന്തിനാ അതൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ വേണ്ടിട്ടായിരിക്കും. അത് ഒട്ടുമിക്ക ഗേൾസിന്റെ എല്ലാം കൈ കാണും. പിൻ പോയിന്റ് പേന ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന പേനയാണ്. ഇവിടുത്തെ പേന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ പേനയൊക്കെ കൊള്ളത്തില്ല. നമ്മളവിടെ ലെക്സി, പിൻ പോയിന്റ് ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ട് ഇങ്ക് വരൂലേ. പക്ഷെ ഇവിടുത്തെ പേനയ്ക്കൊന്നും അത് വരത്തില്ല. എന്താണെന്ന് അറിയത്തില്ല, തെളിയത്തില്ല ഇടയ്ക്കല്ലേ. ഇനി നമ്മുടെ പ്രശ്നമാണോ അത് ഇനി കുറെ നാളെ വെച്ച് എഴുതണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ തെളിയത്തില്ല. എനിക്ക് പേന വെച്ച് എഴുതുമ്പോൾ നന്നായിട്ട് തെളിയണം. അതാണ് എൻ്റെ ഇത്. പിന്നെ എന്തുവാ ഇതെന്തൊക്കെയോ പേപ്പർ 50% ഇത് വേറൊരു ഇൻഷുറൻസ് ഓഫീസിൽ പോയപ്പോ അവര് തന്ന പേപ്പറാ. അവരുടെ പോളിസി ഒക്കെ പറഞ്ഞോണ്ടൊരു പേപ്പർ. ഇനി അടുത്തേക്ക് നീറ്റ് സാധനങ്ങളായിരിക്കും. ഇത് നമ്മുടെ ഗം, എന്റെ ചവച്ചോണ്ടിരിക്കുന്നതാണ്. ഇതെന്റെ ഫേവറേറ്റ് ഗമ്മാണ്, ഫ്ലേവറാണ്. പിന്നെ ഒരു ലിപ്സ്റ്റിക് ആവശ്യം, ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ. പിന്നെ ഇപ്പൊ സൺസ്ക്രീൻ കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇപ്പം അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങി. ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട വെയിലാണ്. നല്ല തണുപ്പും കാണും. അതെ, പക്ഷെ നല്ല കണ്ണുവേദന എടുക്കും ഈ വെയിലിങ്ങനെ കണ്ടടിക്കുമ്പോൾ. അപ്പൊ ഇവിടെ നടക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് വെച്ചുകൊണ്ടേ നടക്കാൻ പറ്റും. ഭയങ്കര നമ്മളെ നാട്ടിലെ വെയിൽ പോലെ അല്ല ഇവിടുത്തെ വെയിൽ. അതെനിക്ക് തോന്നുന്നു തണുപ്പ് കഴിഞ്ഞിട്ട് ഉടനെ വെയിൽ വരുന്നോണ്ടായിരിക്കും അല്ലേ, എനിക്കറിയില്ല. പിന്നെ ഒരു ക്രീം, എൻ്റെ ഈ പാടുകൾക്ക്, എനിക്ക് കുറേ പാടുകളൊക്കെ ഉണ്ട് മുഖത്ത്. ഇപ്പം അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട്. നല്ല കുരുവൊക്കെ ഉണ്ടായിരുന്ന മുഖമായിരുന്നു, ഇപ്പം അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട്. അതിന് വേണ്ടി ഡോക്ടർ തന്ന മെഡിസിനാണ്, മീൻസ് ഓയിൽമെൻറ്റ്. റെക്കമെൻഡഡ് ബൈ ഡോക്ടർ. പിന്നെ വാസ്ലിൻ. ഇവിടെ വിൻ്ററാണ്, എപ്പോഴും ചുണ്ട് പൊട്ടും, ഡ്രൈ ആവും. വാസ്ലിൻ കൊണ്ട് നടക്കാറുണ്ട്. ഇനിയുണ്ടോ കുറേ? ഇല്ല, ഇനി ഇതെനിക്ക് എൻ്റെ ആൻറ്റി ഞാൻ വരുന്നതിൻ്റെ ആ സമയപ്പം എനിക്കൊരെണ്ണം ഗിഫ്റ്റ് ചെയ്തതാ. ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഈ ജാക്കറ്റിന്റെ ഇടയിലൊക്കെ ഇതിട്ട് ആര് കാണാൻ. അപ്പൊ സമ്മറിൽ നോക്കാമേ ഇടുവോന്ന്. ഇതൊക്കെ ഇപ്പോഴാ ഞാനിടാത്, ഞാനിടും. ഇത് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. കമ്മലാണ്, കുറേ ഞാൻ കമ്മലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാക്കറ്റ് പോലും പൊട്ടിക്കാതെ. ഇതൊന്നും ഞാൻ ഇടുന്നൊന്നും കണ്ടിട്ടില്ല. അതാ ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതിലാകെ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. അത് എടുത്തു, പിന്നെ അതിന്റെ കളർ ഫെയ്ഡായി, ഞാൻ അവിടെ തന്നെ വച്ചിട്ടുണ്ട്. നമുക്ക് സമ്മറിൽ ഇതൊക്കെ ഇടുവോ നോക്കാല്ലേ? ഇടും ഞാനല്ലേ, ഞാൻ ഇട്ടിരിക്കും. കഴിഞ്ഞില്ലേ? തീർന്നു. പിന്നെ ഒരു ഹാൻഡ് കർച്ചീഫ്. ഇത്രേ ഉള്ളൂ. എൻ്റെത് ഭയങ്കര സിമ്പിളാണ്, എൻ്റെ ബാഗിൻ്റെ അകത്തല്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്.
ഭയങ്കര സിമ്പിൾ ആണ്, സാധനം കൊണ്ടുവിടാൻ സ്ഥലമില്ല, നിറച്ചെങ്കിൽ ഇതൊക്കെ എടുത്ത് തിരിച്ച് വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട്. വിഷമം ക്ലീൻ ചെയ്യണമല്ലോ, ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ബാഗ് ഇതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങളെ ബാഗ്. എന്നെ പോലത്തെ ബാഗാണോ അതോ ഇവളുടെ പോലത്തെ ബാഗാണോ എന്ന് വെച്ചാൽ 4 സാധനങ്ങളെ ആകെ ബാഗിലുള്ളൂ, അങ്ങനെയാണോ അതോ ഇതേപോലെ ചവറ് മാതിരി കിടപ്പുണ്ടോ? നിങ്ങൾ പറയണം. നിങ്ങളുടെ ബാഗ് അശ്വതിയുടെ ബാഗാണോ ഗംഗയുടെ ബാഗാണോ? ഓക്കെ, അതെന്തായാലും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ചൂസ്.